സിറ്റുവേഷൻഷിപ്പ് പുതിയൊരു ഷിപ്പൊന്നുമല്ല, മുമ്പേ ഉള്ളതായിരിക്കും. രണ്ട് വ്യക്തികൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ അടുത്തിടപഴകി ജീവിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ഈ റിലേഷൻ്റെ ഒരു പ്രത്യേകത, ഇത് ക്ലിയർലി ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ലവറാണോ, ഫ്രണ്ടാണോ, എത്രത്തോളം അടുത്തിടപഴകാം, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതൊന്നും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തല്ല പ്രശ്നം. പിന്നീട് ചിലപ്പോൾ അതിൽ ഒരാൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്താൽ മറ്റേ ആൾ ചിലപ്പോൾ ഇമോഷണലി ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് പിന്നീട് വലിയ ഹൃദയം തകരുന്ന പോലെ ആയിത്തീരും എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാമൊക്കെ നമ്മളൊരു റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി നമുക്ക് മനസ്സിലാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചെറിയൊരു വാചകം നോക്കൂ, ലം നറ ലിൽ മുതഹാബൈനി മിസ്ല നിക്കാഹ്. പരസ്പരം ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികൾക്ക് നിക്കാഹിനേക്കാളും നല്ലൊരു ഓപ്ഷൻ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിക്കാഹ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഫിസിക്കലി, ഇമോഷണലി, സ്പിരിച്വലി, ഫിനാൻഷ്യലി എല്ലാ നിലക്കും റെസ്പോൺസിബിൾ ആണ് എന്ന് പടച്ചോന്റെ മുമ്പിൽ വെക്കുന്ന ഒരു കരാറാണ്. അപ്പോൾ അത് വലിയൊരു പ്രൊട്ടക്ഷനാണ്. മീസാഖുൻ ഗലീദ്, ദൃഢമായ കരാർ എന്ന ഖുർആൻ പറയുന്നത്. അപ്പം അത് കളിയല്ല. അപ്പോൾ ചിലരൊക്കെ ചോദിക്കും, അപ്പോൾ അതൊരു ഊരാക്കുടുക്കാവൂലേ എന്ന്. ഇല്ല, അത് വേണ്ടാന്ന് തോന്നുമ്പോൾ അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനും നിക്കാഹിലുണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ നിക്കാഹ്, അല്ലെങ്കിൽ പിന്നെ നോ ഇൻവോൾവ്മെൻറ്റ്. നമ്മൾ ഇമോഷണലിയോ ഫിസിക്കലിയോ ഒന്നും അത്ര അറ്റാച്ച്ഡ് ആവാതെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ക്ലിയർലി ഡിഫൈൻ ചെയ്ത് ക്ലാരിറ്റി വരുത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ലോങ് ടൈമിൽ നമുക്കൊക്കെ സമാധാനം ഉണ്ടാവാൻ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.